മലയാള സിനിമയിലെയും ടെലിവിഷനിലെയും സുപരിചിത മുഖമായ കണ്ണൻ സാഗർ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു ഘട്ടത്തെ അതിജീവിച്ച് തിരിച്ചുവരവിനൊരുങ്ങുന്നു. ഗുരുതരമായ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അടുത്തിടെ അദ്ദേഹം ഒരു ബൈപ്പാസ് സർജറിക്ക് വിധേയനായിരുന്നു. ശാരീരികമായ വേദനകളേക്കാൾ ഉപരിയായി സാമ്പത്തികമായ പ്രതിസന്ധികൾ അലട്ടിയിരുന്ന ആ നിമിഷങ്ങളിൽ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയും നടൻ രമേശ് പിഷാരടിയും നൽകിയ സഹായങ്ങളാണ് തനിക്ക് കരുത്തായതെന്ന് കണ്ണൻ സാഗർ കൃതജ്ഞതയോടെ സ്മരിക്കുന്നു. ആലുവ ചുണങ്ങൻവേലിയിലുള്ള രാജഗിരി ഹോസ്പിറ്റലിലായിരുന്നു കണ്ണൻ സാഗറിന്റെ ശസ്ത്രക്രിയ നടന്നത്. കാർഡിയോളജി ആൻഡ് തൊറാസിക് സർജറി വിഭാഗത്തിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും പരിചരണത്തെ അദ്ദേഹം മാലാഖമാരുടെ കരുതൽ എന്നാണ് വിശേഷിപ്പിച്ചത്. ശസ്ത്രക്രിയയുടെ വലിയ ആഘാതത്തിൽ മാനസികമായി തളർന്നപ്പോൾ തനിക്ക് ആത്മവിശ്വാസം പകർന്നത് അവിടുത്തെ മെഡിക്കൽ സംഘമാണെന്ന് അദ്ദേഹം പറയുന്നു. തമാശക്കാർക്ക് ഇത്ര വേദന എന്തിനാ, ഞങ്ങളൊക്കെയില്ലേ ഇവിടെ എന്നു പറഞ്ഞ് ആശ്വസിപ്പിച്ച ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ തന്റെ വേദനകൾ ഒരു പരിധിവരെ മറക്കാൻ സഹായിച്ചെന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. തന്റെ ചികിത്സാ കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുകയും സഹായങ്ങൾ ഉറപ്പാക്കുകയും ചെയ്ത മമ്മൂട്ടിയെ ദൈവതുല്യൻ എന്നാണ് കണ്ണൻ സാഗർ അഭിസംബോധന ചെയ്തത്. വിദേശത്തായിരുന്നിട്ടും മമ്മൂക്ക ഫൗണ്ടേഷൻ വഴി കൃത്യമായ സമയത്ത് ഇടപെടലുകൾ നടത്താൻ മമ്മൂട്ടി നിർദ്ദേശം നൽകിയിരുന്നു. ഫൗണ്ടേഷന്റെ PRO റോബർട്ട് ജിൻസ് ഓസ്ട്രേലിയയിൽ ഇരുന്ന് കൊണ്ട് തന്നെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും കണ്ണന് വേണ്ട ധൈര്യം നൽകുകയും ചെയ്തു. പേടിക്കേണ്ട, കൂടെയുണ്ട് എന്ന മമ്മൂട്ടിയുടെ വാക്കുകൾ കണ്ണന് വലിയ ആത്മവിശ്വാസം പകർന്നിരുന്നു. തന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് സഹായിക്കാൻ സന്നദ്ധനായി മുന്നോട്ട് വന്ന രമേശ് പിഷാരടിയോടും അദ്ദേഹം പ്രത്യേക നന്ദി രേഖപ്പെടുത്തി. മറ്റ് പ്രമുഖ ചലച്ചിത്ര താരങ്ങളായ സാജു കൊടിയൻ രക്തദാതാക്കളെ സംഘടിപ്പിക്കാനും മറ്റ് ആശുപത്രി ആവശ്യങ്ങൾക്കുമായി സജീവമായി കൂടെ നിന്നു എന്നും KS പ്രസാദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മുതൽ ഒരു സഹോദരനെ പോലെ മാർഗനിർദ്ദേശങ്ങൾ നൽകി ഒപ്പമുണ്ടായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൻ സാഗർ അഭിനയിച്ച ആട് 3, വാഴ 2 എന്നീ ചിത്രങ്ങൾ ആശുപത്രിയിലായിരുന്ന സമയത്താണ് റിലീസ് ചെയ്തത്. ഈ ചിത്രങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ട് ഡോക്ടർമാരും നഴ്സുമാരും അഭിനന്ദനങ്ങൾ അറിയിച്ചത് അദ്ദേഹത്തിന് വലിയ ആശ്വാസമായി. സർജറിക്ക് ശേഷമുള്ള വേദനകൾക്കിടയിലും തന്റെ വേഷങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തു എന്നറിയുന്നത് വലിയ ഊർജമായിരുന്നുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ്. കൃത്യമായ ഇടവേളകളിൽ ചെക്കപ്പുകൾ നടത്തണമെന്നും പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാൻ കുറച്ചു കാലം കൂടി വിശ്രമം ആവശ്യമാണെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ ഏറ്റവും ഇരുളടഞ്ഞ നിമിഷങ്ങളെ അതിജീവിച്ച് തിരിച്ചുവരുന്ന കണ്ണൻ സാഗർ തനിക്ക് ലഭിച്ച സ്നേഹത്തെയും കരുതലിനെയും ഒരു രണ്ടാം ജന്മമായാണ് കാണുന്നത്. താൻ അനുഭവിച്ച കഠിനമായ വേദനകൾക്കിടയിലും തിയേറ്ററുകളിൽ ചിരി പടർത്തുന്ന ആട് 3, വാഴ 2 എന്നീ ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത അദ്ദേഹത്തിന് വലിയൊരു ആശ്വാസമാണ്. വേദനയുടെ വലിയ ലോകത്ത് മുറിവുകൾ തളർത്തുമ്പോഴും തമാശക്കാർക്ക് എന്തിനാ ഇത്ര വേദന എന്ന് ചോദിച്ച് കൂടെ നിന്നവരാണ് എന്നെ തിരികെ കൊണ്ടുവന്നത് എന്ന് കണ്ണൻ സാഗർ കുറിക്കുമ്പോൾ അത് കേവലം ഒരു നന്ദി പറച്ചിലല്ല, മറിച്ച് മനുഷ്യത്വത്തിലുള്ള വലിയ വിശ്വാസമാണ്. മമ്മൂട്ടിയെ പോലൊരു മഹാനടന്റെ അദൃശ്യമായ കരുതലും രമേശ് പിഷാരടിയെ പോലെയുള്ള സുഹൃത്തുക്കളുടെ ആത്മാർത്ഥമായ പിന്തുണയും മലയാള സിനിമാ ലോകത്തെ ഒരു വലിയ കുടുംബമാക്കി മാറ്റുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള വിശ്രമകാലം കഴിഞ്ഞ് കൂടുതൽ കരുത്തോടെയും ചിരിയോടെയും കണ്ണൻ സാഗർ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകരും സഹപ്രവർത്തകരും. തന്റെ പ്രതിസന്ധിയിൽ താങ്ങായ ഓരോരുത്തർക്കും 1000 നന്ദി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിറയുന്നത് അതിജീവനത്തിന്റെ പുതിയൊരു പ്രകാശമാണ്.